അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1280, സൂറത്തു തൗബ 16 മുതൽ 18 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أم حسبتم أن تتركوا ولما يعلم الله الذين جاهدوا منكم ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجة والله خبير بما تعملون. ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أم حسبتم, നിങ്ങൾ വിചാരിച്ചുവോ, അൻ തുതറക്കൂ, നിങ്ങൾ വിട്ടേക്കപ്പെടുമെന്ന്, ഉപേക്ഷിക്കപ്പെടുമെന്ന്, വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ധർമ്മസമരം നടത്തുന്നവർ ആരാണെന്ന് അല്ലാഹു അറിയാതെ, വലം യത്തഖിദൂ മിൻ ദൂനില്ലാഹി വലാ റസൂലിഹി, അല്ലാഹുവിനും അവന്റെ ദൂതനും വലൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്കും പുറമെ അവരാക്കുകയും ചെയ്യില്ല, വലീജത്തൻ, രഹസ്യ ചങ്ങാതിമാരെ ആക്കുകയും ചെയ്യില്ല. അങ്ങനെയുള്ളവരാരാണെന്ന് അറിയാതെ അല്ലാഹു തആല നിങ്ങളെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് വെച്ചാൽ വിചാരിക്കരുത്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വിശദമായി അറിയുന്നവനാണ്. മാക്കാനലിൽ മുശ്രിക്കീന, ബഹുദൈവാരാധകന്മാർക്ക് പറ്റിയതല്ല, അയ്യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളെ അവർ പരിപാലിക്കൽ എന്നത്. ഷാഹിദീന അല അൻഫുസിഹിം ബിൽ കുഫർ, അവരുടെ സ്വന്തം ശരീരത്തിന്റെ പേരിൽ അവിശ്വാസം കൊണ്ട് അവർ തന്നെ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കെ അവർ അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുന്നത് ശരിയായ നിലപാടല്ല. ഉലൈക ഹബിത്തത് അഅമാലുഹും, അത്തരക്കാരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോയിരിക്കുന്നു. വഫിന്നാരി ഹും ഖാലിദൂൻ, അവർ കാലാകാലം നരകത്തിൽ താമസിക്കുന്നവരുമാകുന്നു. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, പിന്നീട് അള്ളാഹുവിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത് മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ മാത്രമാണ്. വൽ യൗമിൽ ആഖിരി, അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നു അവർ. വഅഖാമസ്സലാത്ത വആത്ത സക്കാ, അവർ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ മാത്രമാണ് അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടവർ. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ അവർ ഭയപ്പെടുന്നുമില്ല. ഫഅസാ ഉലൈക യകൂനു മിനൽ മുഹ്തദീൻ, അത്തരക്കാരായ ആളുകൾ സന്മാർഗം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കഴിഞ്ഞ കുറെ ആയത്തുകളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട അതിനാവശ്യമായിട്ടുള്ള പ്രേരണയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചതിന്റെ തുടർച്ചയായി ധർമ്മസമരത്തിനുള്ള പ്രചോദനം വർദ്ധിപ്പിക്കുന്ന ഒരു സൂക്തം തന്നെയാണ് ഈ 16ാമത്തെ സൂക്തവും. അം ഹസിബത്തും അൻ തുതറക്കൂ, നിങ്ങൾ വിട്ടേക്കപ്പെടുമെന്ന്, അതായത് നിങ്ങളെ അങ്ങ് വെറുതെ പറഞ്ഞേക്കും അല്ലാഹു തആല എന്ന് നിങ്ങൾ വിചാരിച്ചുവോ. വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് ധർമ്മസമരം നടത്തുന്നവർ ആരാണെന്ന് അല്ലാഹു അറിയാതെ നിങ്ങളെ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്തരമൊരു വിചാരം നിങ്ങൾക്ക് ആവശ്യമില്ല. അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കും. ഖുർആനിൽ ഈ ആശയം സൂചിപ്പിക്കുന്ന വേറെയും ധാരാളം ആയത്തുകൾ കാണാം. അതായത് ഞാനും വിശ്വാസിയാണ് എന്ന ഒരു മെല്ലപ്പോക്ക് പ്രസ്താവന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെന്തായാലും വിശ്വാസിയാണ്, ഇനി അവനെ നമ്മൾ പരിശോധിക്കേണ്ടതില്ല എന്ന് വെക്കുമെന്ന് ചിന്തിക്കരുത്. മറിച്ച് ഈ പ്രസ്താവനയുടെ സത്യസന്ധതയും ഈ പ്രസ്താവനയിലുള്ള ആത്മാർത്ഥതയും
ഈ പ്രസ്താവന റിയാലിറ്റിയോട് എന്തുമാത്രം ഒത്തുനിൽക്കുന്നുണ്ട് എന്ന കാര്യവുമൊക്കെ അല്ലാഹുത്താല പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതാണ്. പരിശോധിക്കാതെ അല്ലാഹുവിനെ അറിയില്ല എന്ന അർത്ഥത്തിൽ ഇത് മനസ്സിലാക്കരുത്. മറിച്ച് സാധാരണഗതിയിൽ ഒരു സംഗതിയുടെ കിടപ്പ് മനസ്സിലാവാനുള്ള ഒരു മാർഗം എന്ന രൂപത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ശൈലി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ഇവിടെ എന്നുകൂടി മനസ്സിലാക്കണം. അപ്പൊ നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഇവിടെ സത്യവിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കുകയാണോ, സത്യവിശ്വാസികളെ നിങ്ങൾ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അതായത് ലാ നഖ്തബിറുക്കും ബി ഉമൂരിൻ, ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുകയില്ല എന്ന്. എങ്ങനത്തെ കാര്യങ്ങൾ? യദ്ഹറു ഫീഹാ അഹ്ലുൽ അസ്മി സാദിഖ് മിനൽ കാദിബ്, ശരിക്കും കൃത്യമായ തീരുമാനങ്ങൾ സത്യസന്ധമായി എടുത്തവരാരാണ്, വെറുതെ വാചോടാപം മാത്രമുള്ളവരാരാണ് എന്ന് തിരിയാതെ അത് വെളിവാകാൻ ആവശ്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്താതെ നിങ്ങൾ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതാണ് വലമ്മായാലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, നിങ്ങൾ എന്നുള്ള ധർമ്മസമര യോദ്ധാക്കൾ ആരാണെന്ന് അല്ലാഹു തആല അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അതോടൊപ്പം തന്നെ അവർക്കുണ്ടാകേണ്ട മറ്റൊരു സംഗതിയാണ് വലം യത്തഖിദൂ മിൻ ദൂനില്ലാ, അവർ അല്ലാഹുവിന് പുറമെ ആക്കിയിട്ടില്ല, വല റസൂലി, അവന്റെ റസൂലിനും പുറമെ വലൽ മുഅ്മിനീൻ, യഥാർത്ഥ സത്യവിശ്വാസികൾക്കും പുറമെ അവരാക്കിയിട്ടില്ല വലീജത്തൻ, രഹസ്യ കൂട്ടുകാരെ ആക്കിയിട്ടില്ല. ഇവരുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തിക്കൊടുക്കാൻ പറ്റും വിധത്തിൽ ഇസ്ലാമിന്റെ എതിർദിശയിൽ നിൽക്കുന്ന ആളുകൾക്ക്, ശത്രുക്കൾക്ക് രഹസ്യം ചോർത്തിക്കൊടുത്ത് ഒറ്റുകാരായി നിൽക്കുന്നവരാവുകയും ഇല്ലാത്തവർ ആരാണെന്ന് അറിയാതെ അല്ലാഹു തആല നിങ്ങളെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഇപ്പൊ രണ്ടു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ധർമ്മസമരം അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിൽ ആ ധർമ്മസമരത്തിന് റെഡിയായവരാരാണ് എന്ന് അല്ലാഹു തആല പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. എന്നിട്ട് ആ ധർമ്മസമരത്തിന് തയ്യാറായ ആളുകൾ വിജയിച്ചവരായി അല്ലാഹു തആല പ്രഖ്യാപിക്കും. മറ്റൊന്നാണ്, നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും യഥാർത്ഥ സത്യവിശ്വാസികൾക്കും ഗുണകാംക്ഷാപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിന് പകരം അവരുടെ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒറ്റുകൊടുക്കുന്ന, ഈ മുസ്ലിമീങ്ങളുടെയും ഇസ്ലാമിന്റെയും ഒക്കെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന മഹാപാതകം ചെയ്യുന്നവരാരാണ്, ചെയ്യാത്തവരാരാണ് എന്ന് തിരിച്ചറിയാതെ നിങ്ങളെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് ഖുർആൻ പലയിടത്തും ഈ ആശയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനും മുഅ്മിനാണ്, ഞാനും വിശ്വാസിയാണ്, ഞാനും ഹാത്തിലുമ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി എനിക്കൊന്നും പേടിക്കേണ്ടയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് നിങ്ങളുടെ ആ പ്രസ്താവന, ഞാൻ വിശ്വാസിയാണ് എന്ന ആ പ്രസ്താവനയുടെ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ടെന്നത് പരീക്ഷണത്തിന് വിധേയമാക്കുകയും അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യണം. ഉദാഹരണമായി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിന്റെ 1 മുതൽ 3 കൂടിയ സൂക്തങ്ങളിൽ അല്ലാഹു പറഞ്ഞത് കാണാം. അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. ജനങ്ങൾ വിചാരിച്ചു വായുത്രക്കു, അവർ വിട്ടേക്കപ്പെടുമെന്ന്, ഉപേക്ഷിക്കപ്പെടുമെന്ന്, യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുവോ? വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷണത്തിന് വിധേയമാക്കാതെ വിട്ടേക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കേണ്ട അങ്ങനെ. കാരണം വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ള വിശ്വാസികളെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ആ പരീക്ഷിച്ചിട്ട് ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, ആ പ്രസ്താവനയിൽ ശരി പറഞ്ഞവരാരാണ്, ആ പ്രസ്താവനയിൽ കള്ളത്തരം പറഞ്ഞതാരാണെന്ന് അല്ലാഹു തആല അറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഒരാളെയും അല്ലാഹു വിട്ടിട്ടില്ല, നിങ്ങളെയും അല്ലാഹു തആല വിടൂല. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. സൂറത്ത് ആല ഇംറാൻ 142-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങൾ സ്വർഗ്ഗത്തിൽ അങ്ങ് പ്രവേശിച്ചു കളയാമെന്ന്? നിങ്ങൾ കൂട്ടത്തിൽ ധർമ്മസമരം നടത്തുന്നവരും ക്ഷമാശീലരും ആരാണെന്ന് അല്ലാഹു തആല അറിയാതെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട, നേരെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് ധരിച്ചു വെച്ചുവോ? അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നർത്ഥം. ചുരുക്കത്തിൽ ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താ? ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, വൽ ഹാസിലു അന്നഹു തആല ലമ്മ ശറഅൽ ജിഹാദ ലി ഇബാദി,
അല്ലാഹു തആല ധർമ്മസമരം അവന്റെ അടിമകൾക്ക് നിയമമാക്കിയപ്പോൾ ബയ്യന അവൻ വിശദീകരിച്ചിരിക്കുകയാണ് അന്നലഹു ഫീഹി ഹിക്മ. ആ ധർമ്മസമരം അല്ലാഹു തആല നിശ്ചയിച്ച ചില തത്വങ്ങളുണ്ട്, ചില തന്ത്രങ്ങളുണ്ട്. ആരാണ് എന്താണ് ആ തന്ത്രം? വഹുവ ഇഖ്തിയാറു അബീദിഹി, അല്ലാഹു അവന്റെ അടിമകളെ പരീക്ഷിക്കുകയാണ്. മയ്യുതിഉഹു മിമ്മൻ യഅസിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നവരാരാണ്, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് നിൽക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കുകയാണ് അതിലെ പ്രധാനപ്പെട്ട തത്വം. വാസ്തവത്തിൽ ഇത് പരീക്ഷിക്കാതെ അള്ളാഹുവിനെ അറിയില്ല എന്നുണ്ടോ? അങ്ങനെയല്ല. വഹുവ തആല, അല്ലാഹു തആല അൽ ആലിമു ബിമാ കാന വമാ യകൂൻ, ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാവാനിരിക്കുന്നതും വിശദമായി അറിയുന്നവനാണ് അള്ളാഹു. വമാ ലം യകുൻ ലൗ കാന കൈഫ കാന യകൂൻ, ഇല്ലാത്തൊരു സംഗതി തന്നെ അത് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുകൂടി അറിയുന്നവനാണ് അല്ലാഹു തആല. അപ്പൊ ഫയഅലമു ശൈഅ ഖബ്ല കൗനിഹി, ഒരു സംഗതി അത് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന് അതിന്റെ വരുംവരായികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? ഇതൊക്കെ അള്ളാഹുവിനെ അറിയാമെന്ന് വെച്ച് ഏകപക്ഷീയമായിട്ട് അല്ലാഹു തആല ഒരു തീരുമാനവും അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള സംഗതികൾ എന്താണെന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ സാധിക്കും വിധത്തിലുള്ള ഒരവസരം അല്ലാഹു തആല ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ അല്ലാഹു ഉണർത്തുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഞാൻ വിശ്വാസിയാണ് എന്ന് വെറുതെ അങ്ങ് പറഞ്ഞ് ഒരു പ്രസ്താവന അങ്ങ് പാസാക്കിയാൽ അതോടുകൂടെ എന്റെ ബാധ്യത തീർന്നു എന്ന് ധരിക്കരുത്. മറിച്ച് ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കുറെ കടമകളുണ്ട്, കുറെ ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളെല്ലാം കൃത്യമായി നിർവഹിച്ചു. ആ ബാധ്യതകൾ നിർവഹിക്കുന്ന സമയത്ത് അവൻ ചിലപ്പോൾ നന്നായിട്ട് ക്ഷമിക്കേണ്ടി വരും, പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും. അതൊക്കെ തരണം ചെയ്യാനുള്ള നിർബന്ധ ബുദ്ധിയും അതിനാവശ്യമായിട്ടുള്ള ശക്തിയും കഴിവുമൊക്കെ അവൻ ആർജിച്ചെടുക്കുന്ന സ്വഭാവം സ്വീകരിക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇതിനെ തുടർന്ന് ഇനി തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത് എന്താ? മാക്കാനലിൽ മുശ്രിക്കീന, ബഹുദൈവാരാധകന്മാർക്ക് പറ്റിയതല്ല അയ്യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കൽ എന്നത്. ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്രി, അവരുടെ മേലിൽ അവിശ്വാസം കൊണ്ട് അവർ തന്നെ സാക്ഷ്യം വഹിക്കുന്ന നിലക്ക് ഞങ്ങൾ വിശ്വാസികളല്ല എന്ന് നേരെ ചൊവ്വേ പറയാൻ അവർ റെഡിയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതുപോലെ ഇപ്പൊ നോക്കൂ, അവിശ്വാസികൾ ഞങ്ങൾ അവിശ്വാസികളാണെന്ന് പറയാൻ അവർക്ക് മടിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വർത്തമാനവും അവരുടെ ശൈലിയും എന്താണ്? ഇമാം സുദ്ദി തങ്ങൾ പറഞ്ഞു, ലൗ സഅൽതൻ നസ്റാനിയ മാ ദീനുക്, ഒരു ക്രിസ്ത്യാനിയോട് നിന്റെ മതം ഏതാണെന്ന് നീ ചോദിച്ചാൽ ലഖാല, അവൻ പറയും നസ്റാനി, ഞാൻ നസ്രാനിയാണ്, ക്രിസ്തു മതക്കാരനാണെന്ന് പറയും. യഹൂദിയോട് നിന്റെ മതം ഏതാണെന്ന് ചോദിച്ചാൽ അവൻ പറയും ഞാൻ യഹൂദിയാണ് എന്ന് പറയും. സാബി വിഭാഗത്തിൽപ്പെട്ടവരോട് നിന്റെ മതം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സാബിയാണെന്ന് പറയും. ബഹുദൈവാരാധകന്മാരോട് നീ ഏത് മതക്കാരനാണെന്ന് ചോദിച്ചാൽ മുശ്രിക്ക്, അവൻ ഞാൻ മുശ്രിക്കാണ്, ശിർക്ക് ചെയ്യുന്നവനാണ് എന്ന് പറയും. അതാണ് വഹും ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്രി, അവരുടെ മേലിൽ അവർ അവിശ്വാസം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവരായ നിലക്ക് അള്ളാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കുക എന്നത് അവർക്ക് പറ്റിയതല്ല. അത്തരക്കാർ ഒരിക്കലും തന്നെ ഇതിന്റെ പേരിൽ എന്താ ഞങ്ങളെ കേമന്മാരാണ് എന്ന് ധരിച്ചു വെക്കുകയും വേണ്ട എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ തന്നെ അല്ലാഹു തആല രേഖപ്പെടുത്തിയത് കാണാമല്ലോ. വമാ ലഹും അല്ലാ യുഅദ്ദിബുഹുമുല്ലാഹ് വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാമി വമാ കാനൂ ഔലിയാഅഹു ഇന്ന ഔലിയാഅഹു ഇല്ലൽ മുത്തഖൂന വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. സൂറത്തുൽ അംഫാലിന്റെ 34 നേരത്തെ നമ്മൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്ത് ന്യായ അവർക്ക് പറയാനുള്ളത്? അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് അവർ ജനങ്ങളെ തടയുന്നു. വാസ്തവത്തിൽ അവരാ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊന്നുമല്ല. ആ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ മുത്തഖികൾ മാത്രമാണ്, അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവർ മാത്രമാണ്. അല്ലാതെ ഞങ്ങളും കമ്മിറ്റിക്കാരാണ് എന്ന് പറഞ്ഞ് അവരവകാശവാദം ഉന്നയിച്ചതുകൊണ്ട് ഒരിക്കലും തന്നെ അവർക്ക് മസ്ജിദുൽ ഹറാം പരിപാലിക്കാനുള്ള അല്ലെങ്കിൽ മറ്റു പള്ളികൾ പരിപാലിക്കാനുള്ള അവകാശമോ അതിനുള്ള അധികാരമോ അവർക്കില്ല. ഉണ്ടെന്നവർ ധരിച്ചു വെക്കുന്നതും ശരിയല്ല. അപ്പൊ പിന്നെ അവർക്കുണ്ടാവുന്ന ന്യായം എന്താണ്? ഞങ്ങളിതൊക്കെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, പള്ളി പരിപാലിക്കുന്നില്ലേ, അവിടുത്തെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ലേ, ആളുകൾക്ക് ആരാധനക്ക് വരുന്ന സമയത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, അതിനായിരങ്ങൾ ചെലവിടുന്നില്ലേ എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. പക്ഷേ അവിശ്വാസികളായ നിലക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തു വില? ഒരു വിലയുമില്ല. കാരണം ഉലൈക ഹബിത്തത് അഅ്മാലുഹും,
അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു, പൊളിഞ്ഞുപോയിരിക്കുന്നു. അതിന് പരലോകത്ത് യാതൊരു മൂല്യവും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒഫിന്നാരിഹും ഖാലിദൂൻ, അവർ നരകത്തിൽ ശാശ്വതമായി ജീവിക്കുകയും കഴിയുകയും ചെയ്യേണ്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ അവിശ്വാസികളുമായിട്ട് നമുക്ക് ബന്ധമല്ല, നമ്മളവരായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ബറാഅത്തു മിനല്ലാഹി എന്ന് തുടങ്ങിയിട്ട്. എന്നിട്ട് അവരുടെ കുറെ മോശമായിട്ടുള്ള ശൈലികളും സ്വഭാവങ്ങളും ഒക്കെ അല്ലാഹു വിശദീകരിച്ചു. അത് വിശദീകരിക്കുമ്പോൾ ഖുർആനിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ മുശ്രിക്കുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു സംഗതിയായിരുന്നു, ഞങ്ങളുമായി അങ്ങനെ ബന്ധം പാടില്ല, ബന്ധം ഒഴിഞ്ഞിരിക്കുന്നു എന്നൊന്നും പ്രഖ്യാപിക്കുന്നത് ശരിയായ നിലപാടൊന്നുമല്ല. കാരണം എന്താ, ഞങ്ങളോട് അവര് മുസ്ലിമീങ്ങൾ സഹകരിക്കുകയും അതേപോലെ തന്നെ കൂടിപ്പെരുമാറുകയും പരസ്പരമുള്ള ഇണങ്ങിച്ചേരലുന്ന സമീപനം സ്വീകരിക്കുകയും ഒക്കെ വേണം. കാരണം എന്താ, ഞങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ പരിപാലകരായിട്ടുള്ള, അതിന്റെ കമ്മിറ്റിക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ കുറെ നല്ല ഗുണങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുമായി ബന്ധം ഒഴിഞ്ഞു എന്ന് അവർ പറയുന്നത് ശരിയല്ല എന്ന് മക്കത്തെ മുശ്രിക്ക് ഈ അധ്യായത്തിന്റെ തുടക്കത്തിലെ ബറാഅത്തു മിനല്ലാഹി വറസൂലിഹി എന്ന് തുടങ്ങുന്ന ആ ആശയത്തെ ചോദ്യം ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്, ഇവര് പള്ളി പരിപാലിക്കാൻ പറ്റിയ ആൾക്കാരൊന്നുമല്ല. ഇനി വല്ല സൽക്കർമ്മം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൽക്കർമ്മത്തിന്റെ പേരിൽ അവർക്കൊരു പ്രത്യേകിച്ച് പ്രതിഫലത്തിന് അർഹതയുമില്ല. കാരണം അവർ അവിശ്വാസികളായിരിക്കെ ചെയ്യുന്ന സൽക്കർമ്മം അതൊരിക്കലും തന്നെ അത് പ്രതിഫലാർഹമായിട്ടുള്ള ഒരു അമലായി കാണാൻ സാധിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഖാസിനിൽ നമുക്ക് കാണാൻ തഫ്സീറിൽ ഈ ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലം, അതിന്റെ കാരണം ഖുറൈശി നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പലരെയും ബദർ യുദ്ധത്തിൽ തടവുപുള്ളികളാക്കി പിടിച്ചു എന്ന് നമുക്കറിയാമല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നുവല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ആ അബ്ബാസ് എന്നവരുടെ നേരെ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ചിലർ അടുത്ത് ചെന്നിട്ട് ഈ ശിർക്ക് ബഹുദൈവാരാധന നടത്തുന്നതിനെതിരെ വളരെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങളെന്ത് മനുഷ്യന്മാരാണ് എന്ന അർത്ഥത്തിൽ അവരെ അയ്ബാക്കിക്കൊണ്ട് സംസാരിച്ചു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യാനും അതേപോലെ കുടുംബ ബന്ധം മുറിക്കാനും ഒക്കെ കാരണമാകുന്ന ശൈലിയിൽ യുദ്ധത്തിന് പുറപ്പെട്ടതിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തത് ശരിയല്ല, നിങ്ങളെ നിലപാട് തെറ്റാണ് എന്ന് മുസ്ലിമീങ്ങൾ അബ്ബാസ് എന്നവരോട് അല്ലെങ്കിൽ ഈ ഖുറൈശി നേതാക്കന്മാരോട് പറഞ്ഞപ്പോ അബ്ബാസ് എന്നവര് തിരിച്ചു ചോദിക്കുകയാണ്, എന്ത് അല്ല ചങ്ങാതിമാരെ, മാലക്കും തദ്കുറൂന മസാവീന വതക്തുമൂന മഹാസിനന, ഞങ്ങളുടെ കുറ്റങ്ങൾ മാത്രം നിങ്ങൾ എടുത്തു പറയുന്നു, ഞങ്ങളുടെ നന്മകളെല്ലാം നിങ്ങൾ ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നു, മൂടി വെക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന്. അപ്പൊ ചോദിക്കപ്പെട്ടു, നിങ്ങൾക്കെന്ത് നന്മയിലുള്ളത്? അപ്പാര് പറഞ്ഞു, നഹ്നു അഫ്ളലു മിൻകും, ഞങ്ങൾ നിങ്ങളെക്കാളും ഉഷാറാണ്. കാരണം നഹ്നു നുഅമ്മിറുൽ മസ്ജിദൽ ഹറാം, ഞങ്ങൾ മസ്ജിദുൽ ഹറാം എന്ന പള്ളി പരിപാലിക്കുന്നതിന്റെ കമ്മിറ്റിക്കാരാണ്. അതുപോലെ തന്നെ കഅബയെ പ്രത്യേകം സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുന്ന ആൾക്കാരാണ്, കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്നൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങളെത്ത് ഇങ്ങനെ കുറെ നന്മകളുണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ അതിന്റെ മറുപടിയായിട്ട് അല്ലാഹു പറഞ്ഞതാണ്, ഉലൈക ഹബിത്തത്ത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞുപോയിരിക്കുന്നു, അതൊന്നും രേഖയിൽ കാണൂല എന്ന്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അവർ നരകത്തിൽ ശാശ്വതമായി കഴിയുകയാണ് ചെയ്യുക പരലോകത്ത് എന്ന്. അപ്പൊ അവരുടെ നിലപാട് തീരെ ശരിയല്ല. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ ഹറാമിന്റെ പരിപാലകരാവാൻ അവർ പറ്റിയവരല്ല എന്നുണർത്തി. എന്നാ പിന്നെ ആരാണ് മസ്ജിദുൽ ഹറാമിന്റെ പരിപാലനം ഏറ്റെടുക്കേണ്ടത്? ഇന്നമായ മസാജിദ് അല്ലാഹ്, നിശ്ചയം അള്ളാഹുവിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത് മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ മാത്രമാകുന്നു. വൽയൗമിൽ ആഖിരി, അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ചു അവർ. അങ്ങനെ വിശ്വാസം ക്ലിയറാക്കിയ ആളുകൾക്ക് മാത്രമേ പള്ളി കമ്മിറ്റിക്കാരാവാൻ യഥാർത്ഥത്തിൽ അവകാശമുള്ളൂ എന്നർത്ഥം. അതോടൊപ്പം തന്നെ വിശ്വാസം ശരിപ്പെടുത്തുന്നതോടൊപ്പം അവർ നിസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ അവർ പേടിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് പള്ളിയുടെ പരിപാലകരായി കടന്നു വരേണ്ടവർ. അല്ലാത്ത നിലക്കുള്ള ആളുകൾ വിശ്വാസം തന്നെ ഇല്ലാത്തവർ. ഇനി വിശ്വാസിയാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവന്റെ കയ്യിലിരിപ്പൊക്കെ മോശമാണ്. അങ്ങനെയുള്ള തമ്മാടികൾ അവരാരും വാസ്തവത്തിൽ പള്ളിയുടെ പരിപാലകരായി വരാൻ നിവൃത്തിയില്ല. കാരണം അള്ളാഹുവിന്റെ പള്ളികളെന്ന് പറയുന്നത് വലിയ പവറുള്ള ഭവനമാണ്, വലിയ സ്ഥാനമുള്ള സ്ഥലമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഹദീസിൽ കാണാം, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നു,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇദാ റഅയ്തും റജുല യഅ്താദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ഒരു പുരുഷൻ അവൻ പള്ളിയെ എപ്പോഴും ഇങ്ങനെ പതിവാക്കി ഏതു സമയത്തും പള്ളിയിൽ ചെന്നിരിക്കാൻ, പള്ളിയിൽ പോകാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് കണ്ടാൽ അവന് വിശ്വാസമുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. കാരണം ശരിയായ വിശ്വാസിക്കാണ് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാനുള്ള അവകാശമുള്ളത്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കൃത്യമായി മുഴുകുന്നത് അവരാണ്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കണം അവർ. അങ്ങനെയുള്ള ആളുകളാണ് പള്ളിയുടെ പരിപാലനം ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ മുച്ചീട്ട് കളിക്കാരും അതേപോലെ പലിശ കൊടുക്കുന്നവരും അവരൊന്നും ഇതിന്റെ ഭാരവാഹികളായി കടന്നുവന്ന് അവരൊന്നും പള്ളി പരിപാലിക്കുക എന്ന പരിപാടി യഥാർത്ഥത്തിൽ ശരിയായതല്ല. ഫഅസാഉലായി കയ്യകൂനു മിനൽ മുഹ്തദീൻ. അത്തരക്കാർ ഈ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാമുള്ള അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്ന, നിസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ സന്മാർഗം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരാണ് പള്ളി പരിപാലിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയും ഞങ്ങൾ പള്ളി പരിപാലകരായിരുന്നു എന്ന ശത്രുക്കളുടെ വാദത്തിന്റെ മുനയൊടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.